എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ യുവതി യുവാക്കൾക്കായി മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കീം സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര രൂപ കിട്ടും, എല്ലാ കാര്യങ്ങളും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനും ജോബ് വേക്കൻസികൾ അറിയാനും ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കീം, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പദ്ധതി പ്രകാരം 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള നൈപുണ്യ പരിശീലനം നേടുന്ന അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്കാണ് അവസരമുള്ളത്. കണ്ടീഷൻ, നിങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 12 മാസത്തേക്ക് 1000 രൂപ വീതം 12,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് വിശദമായിട്ട് നോക്കാം. ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കീമിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. 1000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നത്. വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ആളുകളാണെങ്കിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും UPSC, സ്റ്റേറ്റ് PSC, SSC, ഡിഫൻസ്, ബാങ്ക്, റെയിൽവേ, അതുപോലെ തന്നെ അതർ എക്സാംസിന് പഠിക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. അഡ്രസ് പ്രൂഫ് വേണം, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ്, ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക്, ഓതൻറ്റിക്കേഷൻ ലെറ്റർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആപ്ലിക്കൻറ്റ് സിഗ്നേച്ചർ, സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓരോ ഡോക്യുമെൻറ്റ്സും വിശദമായിട്ട് നോക്കാം. അഡ്രസ് പ്രൂഫിന് വേണ്ടി വോട്ടേഴ്സ് ID, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ്, ഇൻകം സർട്ടിഫിക്കറ്റിന് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് 6 മാസത്തിനകമുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ PSC, UPSC, SSC പോലുള്ള സൈറ്റുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ, പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഫോമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതും മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ്. ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട്, ഇതാണ് ഫോം, ഈ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് ഓതൻറ്റിക്കേഷൻ ലെറ്റർ. ഇത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നവരാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഹെഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിക്കുക. ആ ലെറ്റർ വാങ്ങിച്ചിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനും ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോമാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ്, നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉള്ള ഫസ്റ്റ് പേജാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് eemployment.kerala.gov.in ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ടോ കഫേ വഴിയോ അക്ഷയ സെൻറ്റർ വഴിയോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. 1000 രൂപയാണ് പ്രതിമാസം സ്കോളർഷിപ്പ് കിട്ടുന്നത്. 12 മാസത്തേക്കാണ്. 12,000 രൂപയായിരിക്കും ടോട്ടലായിട്ട് കിട്ടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.